ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലയാ ഹിയർ. സമയം 3 മണി. എൻ്റെ റൂംമേറ്റ് ഉറങ്ങാണ്, അതാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. നമ്മളിന്നൊരു കോളേജ് ഐവിക്ക് പോവാണ്, അതിൻ്റെ വ്ളോഗാണിത്. രാവിലെ എണീച്ച് റെഡിയായി കുറച്ച് എസെൻഷ്യൽ, എൻ്റെ നെക്ക് പില്ലോ ജാക്കറ്റും കുറച്ച് എസെൻഷ്യൽസ് മാത്രമേ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ മരുന്നും കാര്യങ്ങളൊന്നുമല്ല, ഹെഡ്സെറ്റ്, ലിപ്സ്റ്റിക്ക്, പേഴ്സ്, ഇതൊക്കെ തന്നെ. എൻ്റെ പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിലൊരു 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാണ് ഞാൻ എടുത്തതെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ അതാണ് വിധു പ്രഭ. എല്ലാവരും തുണികളൊക്കെ ഇട്ടേക്ക്, അതൊന്നും മൈൻഡ് ആക്കണ്ട. നമ്മൾ പേരെഴുതി സൈൻ ചെയ്തിട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. എല്ലാവരും കൂടെ വന്ന് നിൽക്കുക. ഈ സമയത്തൊന്നും ഞാൻ ഇതിനു മുമ്പ് എണീച്ചിട്ട് പോലുമില്ല. നോക്ക്, ലൈറ്റ് പോലും വന്നിട്ടില്ല, നേരെ വെളുത്തിട്ട് പോലുമില്ല. വാങ്ങി കോളേജിലോട്ട് പോകുവാണെങ്കിൽ നേരം വെളുത്തിട്ട് പോലുമില്ല. ഗേസ് ഇവർ എന്തിനാണ് ഇത്ര രാവിലെ ലൈവ് വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കഴിഞ്ഞ പ്രാവശ്യം 5 മണിക്ക് എണീറ്റ് പോയത് തന്നെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇവരൊന്നും ഉറങ്ങിയിട്ടില്ലെന്ന്. ഉറങ്ങിയോ നിങ്ങൾ? ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങി കേട്ടോ, 4 മണിക്കൂർ ഉറങ്ങി. ബസ് ആൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് അവിടെ. ലെറ്റ്സ് ഗോ. വണ്ടി കയറി ഞാൻ ലാസ്റ്റാണ് ഇരുന്നത്. അപ്പോൾ തന്നെ വണ്ടി ഡീം ലൈറ്റൊക്കെ ഇട്ട് ഉറങ്ങാനുള്ള മൂഡിലായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ കിടന്ന് നല്ല സുഖമായി ഉറങ്ങി എണീറ്റപ്പോഴേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുകൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഹായ് ഗൈസ്, എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. 3 മണിക്കൂർ ഞാൻ ഒരു ബോധമില്ലാതെ ഉറങ്ങി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയേക്കാണ് ഗൈസ്. തണുപ്പ് എങ്ങനെ സ്ലീവ്ലെസ് ഇട്ടിട്ട് എങ്ങനെ ഇരിക്കുന്നു? വിദൂരാൻ ഇല്ല. 2 types of people. ഇത് രാവിലെ പറഞ്ഞു. ഫുഡ് വന്നില്ല ഗേസ്. ഇത് മാത്രം സൈറ്റ് അടിച്ച് വാങ്ങിയാൽ നമുക്കാർക്കും വന്നിട്ടില്ല. ബാക്കി നമ്മുടെ കോളേജിലെ പിള്ളേരൊക്കെ കഴിച്ച് തീരാറായി. അവിടെ നമ്മളിവിടെ അതെ, എന്നിട്ട് അവരെ എടുത്തോണ്ടും പോയി. ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ പോയി ഫോട്ടോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയപ്പോഴേക്കും ഫുഡ് വന്നു. അശ്ന അവിടെ എവിടെയോ നിൽപ്പുണ്ട്. വാ. ഈ പഴയ റൂമി കിരൺ ചപ്രി മനസി someone unwanted. She's already in my vlog. Wait, I didn't give you new name today. Guys, ഓരോ ദിവസം ഓരോരോ പേര് വിളിക്കും. എൻ്റെ സ്വന്തം പേര് വിളിച്ച് എന്തും വിളിക്കും. ഇത് She's saying I give her new name every single day. Yes. തണുപ്പുണ്ട് ഗൈസ്, തണുപ്പുണ്ട്. നമുക്ക് അവിടെയാണ് ഗൂഗിൾ പേ വർക്ക് ചെയ്തില്ല, വൈഫൈ ഇല്ല. ഒരു അംഗമായിട്ടാണ് നമ്മൾ ബില്ല് പേ ചെയ്തത്. സോ നമ്മളെല്ലാവരും പുറത്തിറങ്ങി. How is the cold? So good. ഇത് എങ്ങനെയുണ്ട് തണുപ്പ്? ഇപ്പൊ കുറച്ച് തണുപ്പ്. തണുക്കുന്നുണ്ടോ നിനക്ക്? മോനെ തണുപ്പുണ്ടാടാ? എനിക്ക് അലർജി വന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചൊറിഞ്ഞടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമോന്ന് അറിയത്തില്ല. മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. തണുപ്പ് അലർജി ഗൈസ്, തണുപ്പ് അലർജി. ഇത് കണ്ട ഇതുപോലെ ഉണ്ട്. അങ്ങനെ വീണ്ടും ഞാൻ മാറിക്കിടന്ന് ഉറങ്ങി. ഇതാണ് എൻ്റെ സ്ലീപ്പിംഗ് സെറ്റപ്പ്. എൻ്റെ നെക്ക് പില്ലോ, എൻ്റെ ജാക്കറ്റ്. അപ്പോൾ പോയി കിടന്നുറങ്ങട്ടെ. അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോൾ ഞാനോടത്ത് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ കാഴ്ചയൊന്നുമില്ല, എന്നാലും കണ്ടോണ്ടിരുന്നു. ഹാഫ് ട്രിപ്പ് എന്ത് ചെയ്യായിരുന്നു? അതെ, എന്ത് ഇത്ര നേരം എന്ത് ചെയ്യുമായിരുന്നു? ഉറങ്ങി. കാഴ്ചകൾ കണ്ടുറങ്ങിയില്ലേ? ചെരുപ്പില്ല ഗൈസ്, പൊള്ളുന്നു ഗൈസ്. നമ്മൾ വന്ന അമ്പലം. അമ്പലത്തിന്റെ പേരെന്താ? ശ്രീ അതാണ് തോന്നുന്നത്. ശ്രീ ചനകേശ്വര സ്വാമി ടെമ്പിൾ അതാണ് തോന്നുന്നത്. വലിയ ഐഡിയ ഇല്ല ഗൈസ്. നമ്മുടെ സ്ഥലം ഒടുക്കത്തെ കാഞ്ഞ വെയിൽ. നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറി ഗൈസ്.
പക്ഷെ ഇവിടെ ഫോട്ടോ എടുക്കരുതെന്ന് എഴുതി വെച്ച് പറഞ്ഞാൽ ഞാൻ മാത്രം ഫോട്ടോ എടുത്തില്ല. പക്ഷെ ഇതൊക്കെ എടുത്തു. നല്ല തണുപ്പ്. മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണ്. അതെ. ദേവിക എന്തെങ്കിലും പറയാനുണ്ടോ? ഫാന്റാസ്റ്റിക്. ഒരു ഡീറ്റെയിൽഡ് വർക്കൊക്കെ നല്ല രസമുണ്ട് അമ്പലം കാണാൻ. നമ്മള് അമ്പലത്തിന് ഒരു റൗണ്ട് വെച്ച് വന്നിട്ട് ബാക്കിയുള്ളവരെ കാണുന്നില്ല ഗൈസ്. നമ്മള് മൂന്നും മാത്രം മിസ്സായിപ്പോയി. വിളിച്ചിട്ട് കിട്ടുന്നില്ല. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല കാഞ്ഞ വെയിലുണ്ട്, പക്ഷെ വീർക്കുന്നില്ല. ചെറിയൊരു തണുപ്പുണ്ട്. സെക്ഷനാണ് ഗൈസ്. സെയിം സ്ഥലം എല്ലാവരും ഇവിടെ നിൽക്കുന്ന എല്ലാവരും അവിടെ തന്നെ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്. ഇതൊരു നടക്കി പോകൂല. എല്ലാരും ഉണ്ടോന്ന് തന്നെ ഒരു ഐഡിയ ഇല്ല ഗൈസ്. നമ്മളവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. മെഗ്ന ഹായ് പറ. നിങ്ങൾ ഇഷ്ടം പോലെ ഒട്ട ഹായ് പറഞ്ഞു മതി. പുതിയ കളിപ്പാട്ടമാണ് ഗൈസ് എല്ലാവർക്കും. അവൻ പഠിക്കുകയാണ് ഗൈസ് വായിക്കാൻ. ഇഷ്ടം പോലെ പേപ്പറാസിസ്. ബസ് വരാൻ വേണ്ടി കുത്തിയിരിക്കുക ഗൈസ്. വിശക്കണു. കുറച്ചേരം ജനൽ തുറന്നിട്ട് കാഴ്ച കാണാൻ നിർത്തപ്പം ഒടുക്കത്തെ കാറ്റ്. നമ്പർ 2 എത്തി. പക്ഷെ എല്ലാവരും വിശന്ന് പണ്ടാരമായിട്ടിരിക്കുവാണ്. ഫുഡ് വേണം. ഫുഡ്. ഹോയ് സൈൽവേശ്വര ടെമ്പിൾ. ഇതാണ്ടത് മറ്റേനൊക്കെ രസമുണ്ടല്ലേ അവിടെ നിൽക്കാൻ. നമ്മളെല്ലാവരുടെയും ഉച്ചക്കെത്തി ചെരുപ്പ് ഇടാൻ പറ്റാത്ത കാരണം എൻ്റെ കാല് നല്ലോണം പൊള്ളിയിട്ടുണ്ട്. നല്ല സുഖമായിരുന്നു. രണ്ടാമത്തെ ടെമ്പിളിൽ മെയിൻ ഡേറ്റിയുടെ ഫോട്ടോ എടുക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞാൻ ഉള്ളിലത്തെ ഫോട്ടോസ് എല്ലാം എടുത്തു. ഇതുപോലെ തന്നെയായിരുന്നു ഫസ്റ്റ് ടെമ്പിളും ഇരുന്നത്. അമ്പലത്തിനെ പറ്റി ബ്യൂട്ടിഫുൾ സത്യം. മറ്റേത് വിഷ്ണു, ഇത് ശിവൻ. ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെയിമാ. കല്ലും സെയിമാ. എല്ലാവർക്കും വിശന്നിട്ട് പാടില്ല. വിശക്കുന്നു. നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. പുറത്ത് പക്ഷെ കഴിച്ചിട്ട് വന്നിരിക്കുവായിരുന്നെങ്കിൽ സെറ്റ്. അപ്പുറത്ത് പുഴയുണ്ട്. മെറിന് മറ്റേ നന്ദിയുടെ ചെവി പോത്തിട്ടുള്ള പരിപാടി ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുക. മെറിന് ഇതിലും ആഗ്രഹം പറയണം ഗൈസ്, പക്ഷെ എത്തില്ല. പറഞ്ഞിട്ട് പോരാ നീ. ഞാൻ ഈ സൈഡിൽ പൊത്തി പിടിക്കാം, നീ അപ്പുറത്തെ സൈഡിൽ പോയി പറ. മനസ്സിലാവും. ഇന്ന് വേഗം ഇറങ്ങാനാന്ന് തോന്നുന്നു. ഇവർ ഫുഡ് കഴിക്കാൻ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ ഫുഡെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ആണത് വന്നിട്ട് 15 മിനിറ്റേ ആവുള്ളൂ. ഷൂ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. സമയം 3:45. ഞാൻ ഫുഡ് വെജ് റെസ്റ്റോറൻറ്റിൽ ഇതിലും നിർത്തി. തൊട്ടടുത്തുള്ള കാണാനൊക്കെ ഒരു രസമുണ്ട്. ഏതെങ്കിലും ഫാൻ്റെ ചോട്ടിലോട്ടിരിക്കാം. സെറ്റ്. എല്ലാവരും കൂടെ ഈ ഹോട്ടലത്തെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ വന്നിരിക്കുന്ന ആരും ഓർഡർ എടുക്കാൻ വരുന്നില്ല. വെള്ളം പോലും ഇല്ലായിരുന്നു അവസ്ഥ. ഗൈസ് മീൽസ് പറഞ്ഞവരുടെ മീൽസ് വന്നവർ ഹാപ്പി ആയിട്ട് തിന്നുന്നു ഗൈസ്. ഒരു ഫ്രൈഡ് റൈസ് പറഞ്ഞു. വിശന്ന് പണ്ടാരായിട്ട് ഇത് ഇറക്കാൻ പറ്റുള്ള. ഐ ലവ് ഹോസ്റ്റൽ ഫുഡ്. ഹോസ്റ്റൽ ഫുഡ് ഈസ് ബെറ്റർ. കാര്യം ഈ മണ്ട ഫുഡിന് ശേഷം ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക പല പല സ്ഥലത്ത്. ഇവിടെ എക്സ് റൂംമേറ്റ്, അതായത് നിർഷയുടെ എക്സ് റൂംമേറ്റ് ആണ് മാനശ്രീ. എൻ്റെ എക്സ് റൂംമേറ്റ് ആണ് കിരൺ. ബട്ട് ഇത് എവിടെ നിന്ന് കയറി വന്നെന്ന വീഡിയോ ഉണ്ടോ?
We were just having this discussion. Ex only, but we don't. My roommates don't talk to me anymore. മലയാളം Malayalam. അടുത്ത ബസ്സിലേക്ക് പോവുകയാണ് ഗൈസ്. നോ നോ അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വണ്ടി എവിടെയോ എല്ലാവർക്കും ടൂറിസ്റ്റ് പോകാൻ വേണ്ടി നിർത്തി. അപ്പം ഞാനും ഇറങ്ങി. ഒരു സ്റ്റോപ്പർ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരു കാര്യമില്ലെങ്കിൽ ഇറങ്ങിയിരിക്കണം. ടയേർഡ്. മൈ ബേബി ഈസ് ടയേർഡ് ഗൈസ്. Yeah, I wanna, but I can't go വൈ? because there's a big line, and there's no lock also. My hair was hairing. I was not sweating today, but they didn't give us time to stop and take photos and stuff. It was like The second place, no? second place, first place also. It was so, sunny. I don't know. ടോയ്ലറ്റിലൊക്കെ പോയി വണ്ടി കയറിയപ്പോൾ എല്ലാവരും മൂഡ് ഓണായി. നമ്മുടെ ബസ് ഓൾമോസ്റ്റ് ഒരു 4 ചെറുക്കന്മാരെന്തോ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫുൾ പെമ്പിള്ളേരായിരുന്നുകൊണ്ട് മുട്ടൻ വൈബായിരുന്നു. തുള്ളിപ്പൊളിച്ചു കഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ എന്തോ ഡ്രീം എന്നുള്ള ചിന്തയിലാണ് ഗൈസ്. ആക്രാന്തത്തെ വീഡിയോ എടുക്കാൻ മറന്നു. പക്ഷെ ഇവർക്കൊന്നും എപ്പോഴും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് മാത്രം കിട്ടി. കുഴപ്പമില്ല, ഇറ്റ്സ് ബെറ്റർ ദാൻ ഉച്ചക്കത്തെ ഫുഡ്. ഞാൻ കഴിച്ചു. അങ്ങോട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അവിടെ ഇവിടെയുള്ള ഫാൻസി കടയിലൊക്കെ അല്ലറ ഷോപ്പിംഗ് ഒക്കെയാണ് ഗൈസ്. 1-2 ഇടയിൽ നമ്മളിങ്ങനെ ചുമ്മാ കയറിയെല്ലാം നോക്കി. അടുത്ത ഇടയിൽ കയറി ചുമ്മാ ഇങ്ങനെ നോക്കുക. ഇത് നിനക്കെങ്ങനെ 2 രൂപ വാങ്ങി കിട്ടിയേ? സത്യം പറ, എങ്ങനെ നിനക്ക് എങ്ങനെ 2? ഒരാളെ ഒപ്പിച്ചു കൊടുത്തു, അപ്പൊ എനിക്ക് ഒരെണ്ണം ഫ്രീ കിട്ടി. ചെറുതായിട്ട് നമ്മള് ബസ് മാറി കയറി ഗൈസ്. അപ്പുറത്തെ ബസ്സിൽ ഇതിന് ഹായ് പറ, ഗൂഗിൾ ഹായ് പറ. അങ്ങനെ അപ്പുറത്തെ ബസ്സിലും ഫുൾ മൂഡ് ഓൺ. നമ്മൾ കുറച്ച് നേരം തുള്ളി. പിന്നെ എല്ലാവർക്കും ക്ഷീണമായി, കിടന്നുറങ്ങി. ഞാനൊരു നല്ലൊരു നീണ്ട ഉറക്കത്തിന് ശേഷം ഞാൻ കണ്ണുറ നോക്കിയപ്പോൾ നമ്മൾ കോളേജ് എത്തി. വാവ്, നമ്മുടെ ബസ്സായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് നേരം മാറി നിന്നു. അപ്പുറത്തെ ബസ്സിലായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും. അപ്പോൾ അവരൊക്കെ വന്നോ എന്നറിയാൻ വേണ്ടി കുറച്ച് നേരം നിന്നു. പാതിരാത്രി 3 മണിക്ക് നമ്മുടെ കോളേജ് നോക്കൂ, എന്ത് ശാന്തവും സമാധാനവുമായി കിടക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ബസ്സും വന്നു, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു. അപ്പോഴേക്കും ഞാൻ തിരിച്ചു നേരെ ഹോസ്റ്റലിലേക്ക് പോയി. ക്ഷീണമായിരുന്നു. തിരിച്ചു വന്നപ്പോൾ 3 മണി കഴിഞ്ഞു. എൻ്റെ റൂംമേറ്റ് ഉറങ്ങാണ്. അപ്പം ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്.